മനോഹരമായ രാത്രിയിൽ കൂടി വന്ന ദൈവജനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. എന്താണ് മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ കൺവെൻഷൻ യോഗം? 1836 മലങ്കര സഭയിൽ നിന്ന് മാർത്തോമാ സഭ നവീകരണാശയത്തിൽ രൂപം കൊണ്ടപ്പോൾ ചില ആചാര അനുഷ്ഠാനങ്ങൾ, നേർച്ച പാരമ്പര്യങ്ങൾ വിട്ടുകളഞ്ഞു. തുറക്കപ്പെട്ട തിരുവചനമായി പിതാക്കന്മാർ അന്ന് ഡോളറോ ദിറംസോ പണമോ കൊഴുപ്പോ ഒന്നുമില്ല, പിടിയേരിയുമായി മാതാപിതാക്കൾ കഷ്ടപ്പെട്ട മലങ്കര സഭാ വിശ്വാസികൾ, മാർത്തോമാ സഭാ ജനങ്ങൾ, വൈദികന്മാർ ചുരുക്കം ചേർന്ന് വളരെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറായി. അങ്ങനെ ഭൂമിയിൽ ആദ്യമായി മാരാമണ്ണ പള്ളിയിൽ പാലക്കുന്നത്തെ മൽപ്പാനച്ചനും കൈതേൽ ഗീവരസച്ചനും ചേർന്ന മാരാമണ്ണ പള്ളിയിൽ ഒരു കൺവെൻഷൻ യോഗം നടത്തി. പണപ്പിരിവിന് വേണ്ടിയല്ല, സംഘടനയ്ക്ക് വേണ്ടിയല്ല. ദൈവവചനം, നമ്മുടെ അച്ഛൻ പറഞ്ഞ പോലെ ദൈവത്തെ അറിയാൻ മാരാമണ്ണ പള്ളിയിൽ 10 ദിവസം ആ യോഗം സംഘടിപ്പിച്ചു. ആയിരങ്ങൾ തടിച്ചുകൂടി വെളിച്ചത്തിൽ പള്ളിയിൽ, മാരാമണ്ണ പള്ളിയിൽപ്പെട്ട ഒക്കെ ആൾക്കാരോട് ഉണ്ടല്ലോ, എനിക്ക് അങ്ങളുമൊക്കെ നല്ല പരിചയമാണ്. ആ മാരാമണ്ണ പള്ളി നിറഞ്ഞു കവിഞ്ഞ് അടുത്ത പമ്പ നദിയുടെ കരയിലോട്ട് മാറ്റി പരപ്പഴക്കടവിൽ. അങ്ങനെയാണ് കൺവെൻഷൻ യോഗം ആരംഭിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ നമ്മുടെ സഭയിൽ അത് പോയ മേഖലയിൽ മുഴുക്ക ദൈവവചനം ആർത്തിയോടെ. ഇപ്പം ഈ പഴയ പോലുള്ളൊരു ആവേശവും താല്പര്യമൊക്കെ കുറഞ്ഞു പോകുന്നൊരു കാലഘട്ടമാണ്. ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അനുഭവവും അനുഗ്രഹമാണ്. ഞാനൊരു ഗുണ്ടയായി ജീവിച്ച ആളാണ്. പാലത്താനത്തെ കുഞ്ഞുടിച്ചാൻ വിടിരിപ്പുണ്ട്. അവിടെ അമ്മ ഉൾപ്പെടെ അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബലമായാണ് 50 വർഷമായി എൻ്റെ ജീവിതത്തിൽ ആഴമേറിയ മാറ്റം ദൈവം നൽകി. ഇന്ന് രാത്രിയിലും നാളെയും നാളെ കഴിഞ്ഞുള്ള കുർബാന കഴിയുമ്പോൾ ഒരാത്മ ചൈതന്യം പകരട്ടെ. എല്ലാവരും നാവുകൊണ്ട് സ്തോത്രം ചെയ്ത് പ്രൈസ് ദി ലോർഡ്. പൂർവ്വർക്ക് തന്നെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അമേരിക്കയിലെ ആദ്യത്തെ പള്ളി ഇതാണ്. സ്വന്തമായി പള്ളി കിട്ടിയത്. ഞാൻ 103 സങ്കീർത്തനം സാറ് വായിച്ചപ്പോൾ അത് തന്നെ പ്രസംഗിക്കട്ടെ ഞാൻ ഓർത്തു. എൻ മനമേ ഹോവേ, എന്റെ സർവാന്തരവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ദൈവത്തെ വാഴ്ത്തുക. ട്രിനിറ്റി പള്ളിയിലെ ജനങ്ങളെ, നിങ്ങൾ മറ്റുള്ളവരെ വിളിച്ചുകൊണ്ടുവരണം. നാളെ നമ്മുടെ പള്ളിയിലും ആരാധനയിലും ഇടമിസിലും പ്രാർത്ഥന കൂട്ടമൊക്കെ സജീവമായി തീരട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചേർന്ന് എല്ലാവരും കൈകൾ അടിക്കാതെ ഒരു ശരണം പാട്ട് പാടിക്കേ. ഉയർത്തിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളൂ, എൻ സഹായം വാനം ഭൂമി അഖിലം വാഴൂ. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാപാരം തോന്നുന്നില്ല. യഹോവയിൻ പാലകൻ ഇല്ലെനിക്കു ഖേദമൊട്ടും. ഉയർത്തിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളൂ. കഴിഞ്ഞ ഞായറാഴ്ച 1-ാം പാഠമായി നമ്മൾ പള്ളികളിൽ മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലെ എല്ലാ മാർത്തോമാ പള്ളിയിലും 1-ാം പാഠം വായിച്ചത് ഓർമ്മയുണ്ടോ? ആനന്ദ് മറന്നുപോയോ? ഓർമ്മയുണ്ടോ? ഇല്ല. പള്ളിയിൽ നിന്ന് വന്നില്ലേ? ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് 1-ാം പാഠമായി വായിച്ചത്. ഞാൻ വളരെ അത് വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു. രാധനയുടെ താമസിക്കുന്നു. വളരെയധികമായി അത് വായിക്കാനിടയായി. ആ 5 വാക്യത്തിൽ തന്നെ
6 പ്രത്യേകതകൾ ഇയ്യോബിന്റെ ജീവിതത്തിലുണ്ട്. ആരെങ്കിലും എടുത്തവരൊന്ന് വായിച്ച് ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ. അവൻ നിഷ്കളങ്കൻ, നേര് ഉള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ട് അകലുന്നവൻ. അടുത്ത വാക്കം. 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. 7000 ആടും 3000 ഒട്ടകങ്ങളും മൃഗസമ്പത്തുണ്ടായിരുന്നു. ഒരു മഹാനായിരുന്നു ഇയ്യോബ്, ഒരു മാന്യനായിരുന്നു. 6 ചിന്തകൾ ആ വായിച്ച വാക്യത്തിലുണ്ട്. പഴയ നിയമകാലത്ത് ദൈവത്തെ സേവിച്ച് മാനിച്ചതായ ദൈവ മനുഷ്യനായ ഇയ്യോബ് ഒരു മാന്യനായിരുന്നു. വലിയ സമ്പത്തിന്റെ ഉടമയായിരുന്നു. 2-ാം വാക്യമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അടുത്ത വാക്ക ദോഷം വിട്ടാവുന്നു, നിഷ്കളങ്കനായിരുന്നു, നീതിമാനായിരുന്നു. 6 ഗുണങ്ങൾ. ഏറ്റവും വേദനയും രോഗവും ക്ലേശവും കഷ്ടവും ദുഃഖവും പ്രശ്നം നിറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. എല്ലാ കാലങ്ങളും ജീവിച്ച ദൈവ മനുഷ്യർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഏത് പ്രശ്നങ്ങളും നമ്മളായി വന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മോട് കൂടെയുള്ള ദൈവം കൂടെയുണ്ട്. കഠിനമായ രോഗങ്ങൾ, വേദനകൾ, ഭാരങ്ങൾ തന്നെ ജീവിതത്തിൽ നേരിട്ടു. എന്നാൽ ഇതിൻ്റെ നടുവിലൊക്കെ എന്തിലാണ് അവൻ മുറുകെ പിടിച്ചത്? ആരെയൊന്ന് വായിച്ചേ ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 9-10 വാക്യം. അവന്റെ ഭാര്യ അവനോട് ദൈവത്തെ ത്യജിച്ച് പറഞ്ഞു, മരിച്ചു കളക എന്ന് പറഞ്ഞു. അടുത്ത വാക്കം. അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ അടുത്ത വാക്കം. ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. കഠിനമായ വേദനയും പ്രസവവും രോഗവും ക്ലേശവും കഷ്ടം നിറഞ്ഞ ജീവിതത്തിന്റെ ഉടമയായ ഇയ്യോബിന്റെ ഭാര്യ പറഞ്ഞ വാക്കാണ് ഇപ്പോൾ വായിച്ചത്. എന്തോ പറഞ്ഞാലോ വായിക്കണം, ഇനി ആവർത്തനം വേണ്ട. അവന്റെ ഭാര്യ ഒരു കുടുംബ സംഭാഷണമാണ്. അവന്റെ ഭാര്യ ചോദിക്കുകയാണ്, നീ ഇനി നിന്റെ ഭക്തി മുറുകെ പിടിക്കുകയാണ്, വിട്ടുകളക, ത്യജിച്ചു കളക, ദൈവത്തെ മറക്കുക. 10-ാമത്തെ വാക്യം വായിച്ചാലോ, അവളോട് ചോദിച്ചു, നീ ഒരു പൊട്ടി സംസാരിക്കുന്നവല്ലോ, എന്തുവോ സംസാരിക്കുന്ന? ഇതിലൊന്നിലും ഇയ്യോബ് ആദരം കൊണ്ട് പാപം ചെയ്തില്ല. കഴിഞ്ഞ സൺഡേ നമ്മുടെ ഫാമിലി സൺഡേ ആയി കുടുംബ പ്രതിഷ്ഠയായിരുന്നല്ലോ. കൊച്ചു കുടുംബം ദൈവത്തിന്റെ ദാനമാണ്. അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാം, ഇല്ലേ? ഇല്ലെന്നാ ഒരാൾ പറഞ്ഞതാ. എന്നാ മന്ദബുദ്ധിയായിട്ടായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഭവനം, ഞാൻ 4 രാത്രിയിൽ വേണം 4 കുടുംബത്തെ കുറിച്ച് പ്രസംഗിക്കും. നിങ്ങളുടെ കൊച്ചു കുടുംബം ഒരു സ്ത്രീയും ഭർത്താവിനെ ഭരിക്കരുത്. കേട്ടാനെ നാളെ വരണം. ഒരു പുരുഷനും ഭാര്യ അടിക്കരുത്. സ്തോത്രം. ഒരെണ്ണം സ്തോത്രം പറഞ്ഞില്ലല്ലോ. ജിജിയച്ഛൻ്റെ കൊച്ചമ്മ ഒരു കോളേജിലെ പ്രൊഫസറും ഡോക്ടറേറ്റ് ബിരുദമുള്ള ഒരു ഏറ്റവും എനിക്ക് വളരെ ബന്ധവും സ്നേഹമുള്ള ഒരു കൊച്ചമ്മയാണ്. പ്രിയപ്പെട്ട പൂജ, ഞാൻ ഇന്ന് രാത്രി കുടുംബത്തെ കുറിച്ച് കിടക്കുന്നില്ല. ഭവനം, കൊച്ചു കുടുംബം ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകും ജീവിതത്തിൽ, എന്നാൽ വഹിച്ചും ക്ഷമിച്ചു. എൻ്റെ വിവാഹ വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം.
42 വർഷമായി കുടുംബമായി ജീവിക്കാൻ ദൈവം കൃപ പകർന്നു. അവിടെ പ്രിയപ്പെട്ട വിശ്വാസികളെ, കുടുംബത്തെ കുറിച്ച് ഞാൻ കടക്കുന്നില്ല. നിങ്ങളെല്ലാം ഉണർന്ന ചലിച്ച അനുഗ്രഹമായ കൂട്ടായ്മ നിൽക്കണം. എല്ലാവരും സ്തോത്രം ചെയ്ത് സ്തോത്രം ദൈവത്തിന് നമ്മൾ 103 സങ്കീർത്തനം എന്താ വായിച്ചാൽ എന്റെ സർവാന്തരമായി അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന് ഉപകാരം ഒന്നും മറക്കരുത്. ദൈവത്തെ വാഴ്ത്തുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. ഇയ്യോബ് എന്താണ് മുറുകെ പിടിച്ചത്? ദൈവ ഭക്തി. പണമല്ല, കൊഴുപ്പല്ല, അധികാരമല്ല, ഡോളറല്ല, രാഷ്ട്രീയ സാമൂഹിക സാമുദായ മേഖല ഒന്നുമല്ല മുറുകെ പിടിച്ചത്. ലോകത്തിൽ ഒരു മനുഷ്യനും ഒരു രാജ്യത്തിനും ഒരു കുടുംബത്തിനും എങ്ങും മുറുകെ പിടിക്കാൻ ഇടമില്ല. പാളിച്ച ഉണ്ടാകും, വിള്ളലുണ്ടാകും, മാറ്റങ്ങൾ ഉണ്ടാകും. കോവിഡ് എന്ന മഹാമാരി ലോകത്തിലെ 200 രാജ്യങ്ങളും ഭയന്ന് ഉറച്ച ചുറ്റുപാട്. ഞാൻ എത്രയോ കോവിഡ് രോഗിയെ അടക്കുന്ന ശുശ്രൂഷയിൽ പോയി. ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യയും മക്കളും ദൂരെ നിൽക്കുവാണ്. 7 പേര് അച്ഛന്മാർ BP കിട്ടിട്ട് ബോഡി പിടിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ. ഞാൻ വളരെ വേദനയോട് ചങ്കുമുട്ടിയ അനുഭവങ്ങളുണ്ട്. നമ്മുടെ എല്ലാവരും എയർപോർട്ടൊക്കെ അടച്ചല്ലോ, റെയിൽവേ സ്റ്റേഷനൊക്കെ നിശ്ചലമായല്ലോ, ഹോസ്പിറ്റലുകൾ പഴയ കാര്യം ഓർത്ത് നോക്കിയേ. ലോകം മുഴുക്കം എങ്ങും ആർക്കും എങ്ങും മുറുകെ പിടിക്കാൻ ഇടമില്ല. കേരളത്തിലെ 2018 പെരുവെള്ളം. പമ്പാ നദി, മണിമേല് മാത്രമല്ല, അച്ചൻകോവിൽ മാത്രമല്ല, പെരിയാർ മാത്രമല്ല, ആലുവപ്പുഴ മാത്രമല്ല, ഭാരതപ്പുഴ മാത്രമല്ല, 44 നദികളും കരകവിഞ്ഞു കേരളത്തിൽ. ഞാൻ വിവരിക്കുന്നില്ല. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. ലോകത്തിൽ മനുഷ്യന് മുറുകെ പിടിക്കാൻ ഒരു ഇടമയുള്ളൂ. ബേഥലഹേമിൽ ജനിച്ച, പലസ്തീനിൽ വളർന്ന്, ക്രൂശിൽ യാഗമായി തീർന്ന, 3-ാം നാൾ ഉയർത്തുന്ന യേശു ക്രിസ്തുവിനെ മുറുകെ പിടിച്ചാൽ നാം ഒരിക്കലും തോറ്റുപോകരുത്. സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. എല്ലാത്തിനും മാറ്റമുണ്ടാകും, വിള്ളലുകൾ ഉണ്ടാകും. എന്നാൽ ഈ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച, പാപമോചനം ലഭിച്ച രക്ഷയുടെ അനുഭവത്തിൽ ദൈവത്തെ മുറുകെ പിടിക്കുന്ന നിങ്ങൾ ഇത്രയും പേര് വന്നല്ലോ. ദൈവത്തെ മുറുകെ പിടിക്കുന്ന ആരെയും ദൈവം ഒരിക്കലും കൈവിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ മുറുകെ പിടിച്ചവന്റെ ഒരു പ്രത്യേകതയാണ്, ഒന്ന്, ദൈവഭക്തി മുറുകെ പിടിച്ചെന്ന. എന്തുവാ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ? എന്തുവാ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ സാധാരണ വെള്ള ഷർട്ടും ഒക്കെ ഇടുന്നു, പാൻ്റ് ഇടല് വെള്ള മുണ്ടൊക്കെ സാധാരണ നാട്ടിൽ കൊടുക്കുന്നു, വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടും സാധാരണ. ഇതാണ് ഭക്തി. ചിലർ ഈ മദ്യപാനികൾ കുർബാന കൊള്ളാൻ വരുമ്പോൾ കുരിശ് കണ്ടമാനം വരച്ച ഉള്ളുള്ള പോയി. ഇവിടെ മദ്യപാനികളുണ്ടോ എന്ന് അറിയത്തില്ല. കൊണ്ടോ വെച്ചാൽ അച്ഛൻ എന്റെ മുഖത്ത് നോക്കി ചിരിക്കും. അച്ഛൻ ആദ്യ രാത്രിയല്ലേ. ഭക്തി എന്തോ പ്രകടനമാണ്. ഈ അന്ത്യകാലത്തെ ലക്ഷണമാണ്. ഭക്തിയുടെ വേഷം ധരിച്ച ശക്തിയെ തെളിക്കുന്നു. ഭക്തിക്കൊരു വേഷമുണ്ട്, ഭക്തിക്കൊരു ശക്തിയുണ്ട്. അഭിനയമല്ല, പ്രകടനമല്ല. 12 സങ്കീർത്തനം 1-ാം വാക്യം ഇങ്ങനെയാണ്: യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകും. ആരാ ഇല്ലാത്തത്? ആരാ പറ? ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. വിശ്വസ്തന്മാർ, മനുഷ്യപുത്രന്മാർ കുറഞ്ഞിരിക്കുന്നു. എന്താണ് ഭക്തി? കയ്യടി, പാട്ടവും ചാട്ടവും ഗ്ലോറിയും. ഇതാണോ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ? 4-ാം സങ്കീർത്തനം 3-ാം വാക്യം ഇങ്ങനെയാണ്: യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചു. ക്രിസ്ത്യാനി ആരാണ്? കുർബാന കൊള്ളുന്നവർ ആരാണ്? ചർച്ച് കമ്മിറ്റിയിൽ ആരാണ് വരേണ്ടിയ? സഭാ കൗൺസിൽ ആരാണ് പോകേണ്ടിയ? ഞാൻ കഴിഞ്ഞ 50 വർഷമായി മാർത്തോമാ സഭയുമായി അതിൻ്റെ ഡിസിപ്ലിനിൽ നിന്ന് പ്രസംഗിക്കുന്ന ആളാണ്. എൻ്റെ പള്ളിയിൽ
പള്ളിയുമായി ബന്ധപ്പെട്ടവരോടുള്ള പള്ളിയിൽ, ഈ പള്ളിയിൽ കഴിഞ്ഞ 6 വർഷം ഞാൻ അടുപ്പിച്ച പള്ളിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. വളരെ ചർച്ചമായ ഞങ്ങൾ പ്രവർത്തിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ കാണിച്ചതായ ഒരു അനുഭവവും പാരമ്പര്യവും. അവിടെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ദൈവമക്കളെ, ഒരു വേർപെട്ട ജീവിതം, കർത്താവിനെ മുറുകെ പിടിച്ച്, ഭക്തി മുറുകെ പിടിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, പുത്തൻ തലമുറയ്ക്ക് എന്താണ് ഭക്തി, എന്താണ് നീതി അറിയില്ല. കഴിഞ്ഞകാല വൈദികന്മാർ, സുവിശേഷകർ, നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മളെ പഠിപ്പിച്ച് വളർത്തിയതുണ്ട്. മാരാമണ് മഹായോഗം ആരംഭിക്കുന്ന മുമ്പേ ഇപ്പോഴത്തെ മെത്രാപ്പോലത്തെ ഉൾപ്പെടെ, തിരുവോസ് തിരുമേനി ഉൾപ്പെടെ കൽപ്പന ലോകത്തിലെ എല്ലാ പള്ളികളിലും അയക്കും. മാരാമണ്ണ് വരേണ്ട സ്ത്രീകൾ എന്തോ ഏത് ഡ്രസ് ധരിച്ച് വരാനാ പറയുന്നത് അറിയത്തില്ല. എൻ്റെ അനിയൻ മാരാമണ്ണ് കൺവെൻഷൻ പന്തലിടുന്ന ഒരു വർഷം അതിൻ്റെ നടത്തിപ്പുകാരായിരുന്നു. ശുഭ്രവസ്ത്രധാരം, എന്തുവാ, നിങ്ങൾ കേട്ടിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. അയ്യോ, അങ്ങനെ എല്ലാ വർഷവും കൽപ്പന. ഞാൻ വിവരിക്കുന്നില്ല. ചിലതൊക്കെ പള്ളി വരുന്ന കണ്ടാൽ നമുക്ക് ലജ്ജ തോന്നും. ഓട്ടെ, ഞാൻ ഇപ്പോൾ മുഖവരെ പറയുന്നില്ല. അങ്ങനെ പറയാൻ എനിക്ക് മടിയോ ഭയമോ ഒന്നും ഉള്ള ആളല്ല. ദൈവമക്കളെ, ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു വേർപെട്ട ജീവിതം. കർത്താവിനെ രക്ഷകനെ സ്വീകരിച്ച് രക്ഷണ അനുഭവത്തിൽ വരുമ്പോൾ, ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ, ഞാൻ എന്നെ ചിന്തിപ്പിച്ചതായ ആ 1-ാമത്തെ അധ്യായം അതിന് 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇയ്യോബ് ദൈവത്തെ മുറുകെ പിടിച്ചപ്പോൾ ഉണ്ടായൊരു അനുഭവമാണ്. എന്തോ, ദോഷം വിട്ട് അകന്നു. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് നിത്യജീവന്റെ പങ്കാളികളായി മാറുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ കുർബാന കൊള്ളുന്നവരെ, മാർത്തോമ സഭാ ജനങ്ങളെ, ദൈവത്തെ ഒരുവൻ ഉള്ളിലായി കഴിഞ്ഞാൽ അവന്റെ ലക്ഷണമാണ് ദോഷം വിട്ട് അകലുക. പാവവും അശുദ്ധിയും മ്ലേച്ഛതയും കൊടികുത്തി വാഴുന്ന കാലഘട്ടമാണ്. ദോഷം വിട്ട് അകലുക. തെളിവ്, ജോസഫിനെ പൊത്തിപ്പേന്റെ ഭാര്യ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. നമ്മുടെ നാട്ടിലെ സരിത എന്ന ഒരു പെൺകുട്ടി പറഞ്ഞു, കുഞ്ഞുഞ്ഞ് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന്. കുഞ്ഞുഞ്ഞ് ആരാന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, എനിക്ക് കുറച്ചുകൂടെ ജീവിച്ചിരിക്കണം. ഞാൻ അയ്യോ, ജോസഫിനെ ആരാ പീഡിപ്പിക്കാൻ ശ്രമിച്ച? പൊത്തിപ്പേന്റെ ഭാര്യ. ഓടി രക്ഷപ്പെട്ടു എന്ന ആണേതാ പെണ്ണേതാ തിരിച്ചറിയാത്ത മ്ലേച്ഛത കൊടികുത്തി വാഴുന്ന കാലഘട്ടത്തിൽ ട്രിനിറ്റി പള്ളിയിലെ ദൈവമക്കളെ, ദോഷം വിട്ട് അകലുക. 2 സൈഡ് കടാരിയുമായി ചട്ടമ്പിയായി ജീവിച്ച ആളാ ഞാൻ. ചോര പുരണ്ട കരങ്ങളായി എൻ്റെ കരങ്ങൾ. 50 വർഷമായി ഞാൻ കർത്താവിനെ അറിഞ്ഞിട്ട് അമ്മൂമ്മ കഥ പറഞ്ഞ കടകഥ പറയാൻ വന്നല്ല, കെട്ടുകഥ പറയാൻ വന്നല്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിയുമ്പോൾ ലഭിക്കുന്ന ദോഷം വിട്ട് അകലുക. തീരുമാനത്തിൽ നിന്ന് ജോസഫിനെ ആരാക്കിയെന്നറിയാമോ? അവന്റെ പിതാവ് അവനെ അനുഗ്രഹിക്കുമ്പോൾ കാണുന്നുണ്ട് ഫലമുള്ള വൃക്ഷമാണെന്ന്. ഞങ്ങളുടെ സാറായി ഞാൻ ഓർത്ത് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ വാക്കാണ്, അവൾ ബലമുള്ളൊരു കുഞ്ഞായി മാറുമെന്ന്. ദൈവമക്കളെ, ദോഷം വിട്ട് അകലുക. മദ്യപാനികൾ ആരെങ്കിലും ഇന്ന് രാത്രി കേൾക്കുന്നുണ്ടോ? മദ്യപാനത്തെക്കാളും ദോഷമാണ് നുണ പറയുന്നത്. സ്തോത്രം. ഒരെണ്ണവും പറഞ്ഞില്ല. ഒരമ്മമ്മയ്ക്ക് ഇപ്പോഴാണ് പിടികിട്ടിയ. ഇങ്ങോട്ട് നോക്ക, നാളെ വരണം. ദോഷം വിട്ട് അകലുക. എന്നെ നോക്ക, കൊയരകങ്ങളെ, ചർച്ച കമ്മിറ്റി അംഗങ്ങളെ, ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ ദോഷം വിട്ട്. നിന്റെ നാവി ചുമ്മാ ചീത്ത പറയരുത്, അഹങ്കാരം ഉണ്ടാകരുത്, അശുദ്ധി ഉണ്ടാകരുത്. വിട്ട് ഒഴിയുക. തെളിവ്, മുറുകെ പറ്റുന്ന പാപം, അശുദ്ധികൾ വിട്ടൊഴിയണം.
കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ ഏൽപ്പിക്കുമ്പോൾ ഒരു അത്ഭുതകരമായ മാറ്റം ദൈവം നൽകും. ദാനിയേലിനെതിരെ രാജകൽപ്പനയുണ്ടായി മദ്യമടിക്കണമെന്ന്. വീട്ടിൽ പോയി വായിച്ചാൽ മതി. ദാനിയേൽ 1:8. രാജ ദാനിയേൽ പറഞ്ഞു, എൻ്റെ ഹൃദയത്തെ ഞാൻ അശുദ്ധം. തീരുമാനം. ആനന്ദം മോനും ഞാനുമൊക്കെ ചെറുപ്പത്തിൽ പാടിയിട്ടുണ്ട്. മാരാമണ്ണ് അടിയുടെ മുമ്പിൽ മറന്നുപോയോ? വെടിയുടെ മുന്നിൽ തേറിയല്ല യേശുവിൻ്റെ മാർഗം. ദൈവമക്കളെ, തീരുമാനം. നിങ്ങൾ ഏത് കല്യാണ പാർട്ടി പോലെ, ഏത് ക്ലബിൽ പോയാലും, ഏത് രാജ്യത്ത് പോയാലും, ദൈവത്തിന്റെ മക്കളെ, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ആഴത്വം, നിങ്ങളുടെ കരങ്ങൾ ദൈവിക പ്രമാണങ്ങൾക്ക് അടിമയായി തീർന്നോണം. എവിടെ ജീവിച്ചു, ഏത് രാജ്യത്ത് എവിടെ പ്രവർത്തിച്ചു എന്നുമല്ല. ഇയ്യോബ് ദോഷം വിട്ട് അകന്നു. ഒരകൽച്ചയുണ്ടാകുവാണ്. എത്രയോ ദുഃഖകരമായ അനുഭവമാണ്. ഞാൻ അടുത്ത ആഴ്ച നാട്ടിൽ പോകുമ്പോൾ ഇവിടുത്തെ ബിഷപ്പിൽ അവസിച്ചെന്ന അനുവനെ കണ്ടേച്ചേ പോകുകയുള്ളൂ. നാട്ടിൽ ഞാൻ എല്ലാ തിരുവേരിയും അച്ഛന്മാരുമായി എനിക്ക് ബന്ധവും സ്നേഹവും കൂട്ടായ്മയുള്ളതാണ്. ആണ് ദൈവമക്കളെ, ദൈവത്തെ മുറുകെ പിടിച്ച ലക്ഷണമാണ് ദോഷം വിട്ട് അകലുക. ഞാൻ താഴോട്ട് വായിച്ചു, നിഷ്കളങ്കമായ ജീവിതം. കർത്താവ് പഠിപ്പിച്ച് ഹൃദയശുദ്ധിയുള്ളവർ അവർ അല്ലാത്തവരോ കാണത്തിൽ എഴുതിയെടുത്തു. തട്ടിപ്പോ വെട്ടിപ്പോ ചതിവോ സൂത്രമോ അഭിനയമോ ഒന്നും ചെയ്യരുത്. ഈ മധുവാഴ മുന്നിൽ ഞാൻ വളരെ, എനിക്കിവിടെ ഭൂരിപക്ഷം പേര് പരിചയങ്ങളും ബന്ധങ്ങളുണ്ടല്ലോ. ഞാൻ തുറന്ന് വളരെ സ്നേഹമായി പറയട്ടെ, എന്നെ പഠിപ്പിച്ച മാർത്തോമാരെ പട്ടക്ക KV ചെറിയാച്ചനെ പോലെ ദൈവ മനുഷ്യർ ഒക്കെ എന്നെ പഠിപ്പിച്ചാണ് വിശുദ്ധി എന്താണ്, ഭക്തി എന്താണ്, നീതി എന്താണ്, പരമാർത്ഥം എന്താണെന്നൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ വളർന്ന ആളാണ്. 84 സങ്കീർത്തനം 11 വാക്യം ഇങ്ങനെയുണ്ട്, നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയും ദൈവം മുടക്കേയില്ല. നീ പരമാർത്ഥമായി ജീവിതത്തിന്റെ വിശുദ്ധിയിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ ഒരു വിശുദ്ധ ജീവിതമായിരിക്കണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതം, നമ്മുടെ കരങ്ങൾ ആഴത്തം കർത്താവിനെ ഏൽപ്പിച്ചാൽ, പരമാർത്ഥമായി ജീവിച്ചാൽ, നമ്മളെല്ലാം പോരായ്മയുള്ളവരും തെറ്റ് ചെയ്യുന്നവരും കുറവുള്ളവരാണ്. പാളിച്ചകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. എന്നാൽ ദൈവം നടത്താൻ മതിയാവൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, നിഷ്കളങ്കമായ ജീവിതം. മൂത്താമക്കൾ കൊച്ചിന് ഇങ്ങനെ പാടി, കൈയടിക്കാതെ പാടിക്കുകയും, എന്റെ ദൈവം മഹത്വത്തിൽ ദൈവത്തെ മുറുകെ പിടിച്ച ഇയ്യോബ്, ദൈവഭക്തി മുറുകെ പിടിച്ച വേർപെട്ട ജീവിതത്തിന് ഉടമയായ ഇയ്യോബ് ദോഷം വിട്ട് അകന്നു. കൺവെൻഷന്റെ പ്രാരംഭ ദിവസം ഞാനും നിങ്ങളും പാപത്തിനും ദോഷത്തിനും മോഹങ്ങൾക്കും വിട്ട് മാറി ഒഴിഞ്ഞു നിൽക്കാൻ തയ്യാറാകുക. തീരുമാനിച്ചാൽ നമ്മെ നടത്താൻ ദൈവം മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഈ തട്ടിപ്പിനും വെട്ടിപ്പിനും ചതിവിനും സൂത്രത്തിനും കൂട്ടു നിൽക്കത്തില്ല. ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലേലും, കാശുണ്ടെങ്കിലും ഇല്ലേലും, ഭവനമുണ്ടെങ്കിലും ഇല്ലേലും, വാഹനമുണ്ടെങ്കിലും ഇല്ലേലും, ഈ ചെറിയ ജീവിതം വലിയ ദൈവത്തെ പിൻപറ്റുക. ഹല്ലേലൂയ. നമ്മളെ നടത്തുന്നൊരു ദൈവം ജീവിക്കുന്നു. പിന്നെ നീതിമാനായിരുന്നു നോഹ. നീതിമാൻ, നീതി പ്രസംഗിയെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? നീതിമാനായ, ഞാനത് വിവരിക്കുന്നില്ല, ഒത്തിരി സമയമെടുക്കണമല്ലോ. ദൈവത്തെ മുറുകെ പിടിച്ച വിശ്വാസികളായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട 2 കാര്യം പറഞ്ഞു. വേറൊന്ന്, ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിച്ചേ.
42-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. മതി. ഇയ്യോബ് പ്രാർത്ഥന ജീവിതം മുറുകെ പിടിച്ചു. അവന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്നാണ്? സ്നേഹിതന്മാർക്ക് വേണ്ടി. നിങ്ങളുടെ വീടുകളിലൊക്കെ പ്രാർത്ഥനയുണ്ടോ? കുടുംബം നേരെ പറയാം, ഉണ്ടോ? ഉണ്ടോ? തന്നെ പ്രാർത്ഥന ഉണ്ടോ? ഉണ്ടോ? അച്ഛന്മാരെ ഉണ്ടോ? റജിമോന്റെ വീട്ടിലുണ്ടോ? സെക്രട്ടറി വന്നോ? അതെ, സെക്രട്ടറി കൈപൊക്കി എടുക്കാൻ പോയതാ. അവിടെ പ്രിയപ്പെട്ട വിശ്വാസികൾ, നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ എന്ന് ഭവനങ്ങൾ, പപ്പായും മമ്മിയും ഡാഡിയും മമ്മിയും കുഞ്ഞുങ്ങളുമായി ഒന്നിച്ച് ആരാധിക്കുന്ന കുടുംബങ്ങൾ എത്ര പേര് ഉണ്ടായോ? ഹൂസ്റ്റൺ പട്ടണത്തിൽ പ്രാർത്ഥിക്കുക. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നവനായ ദൈവം കണ്ണുനീരോട് വിതച്ച ആർപ്പോട് കൊയ്യും. നെഹമ്യാവ് കരഞ്ഞ പ്രാർത്ഥിച്ചത്. ഹന്ന മടുത്തു പോകാതാണ് പ്രാർത്ഥിച്ചത്. ഇയ്യോബ് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഏലിയാവ് വിശ്വാസത്തോടാണ് പ്രാർത്ഥിച്ചത്. ദാനിയേൽ പതിവ് മുടക്കാതെ പ്രാർത്ഥിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥനക്കാരനുണ്ട്, യബ്ബസ്. അവൻ വിഷയം വെച്ച പ്രാർത്ഥിച്ചു. ഒരു കൊച്ചു മുറിക്ക് വേണ്ടി, ഒരു നല്ല പള്ളിക്ക് വേണ്ടി, ഒരു കാർ മേടിക്കാൻ, ഒരു ജോലിക്ക് വേണ്ടി, 2 മാസമാകാൻ വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങളത് പഠിച്ചു വളരാൻ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ ഹൃദയം നുറുങ്ങി ആരെയും ദൈവം കൈവിട്ടില്ല. സ്തോത്രം ചെയ്യ. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ അനുഭവം ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. 2 വർഷത്തിന് മുമ്പേ ഞാൻ വെച്ചുച്ചറ റാന്നി അടുത്ത് പ്രസംഗിക്കാൻ പോയി. രാത്രി ഞങ്ങളുടെ പുല്ലാട്ടേക്ക് വരുമ്പോൾ എനിക്കൊരു ഫോൺ, എനിക്ക് ബുള്ളറ്റ് ഉണ്ട്. ഞാൻ സാധാരണ ബുള്ളറ്റിലല്ല യാത്ര ചെയ്യുന്ന വർഷങ്ങളായി. അപ്പോൾ അന്ന് കാറിനാണ് പോയത്. കാറിനോട് സ്ഥലത്തിട്ട് ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചിട്ട് മടങ്ങി വന്നു. റോഡിൽ നിന്ന് ഉള്ളിൽ മാറി നിൽക്കുമ്പോൾ +2 പഠിക്കുന്ന ഒരു പൊന്നുമോൻ, നല്ലൊരു മർത്തമാക്കാരൻ പയ്യൻ. ആ പയ്യൻ അവൻ്റെ കയ്യിൽ നിന്ന് ബുള്ളറ്റ് അങ്ങ് സ്ലിപ്പായിപ്പോയി. അവൻ എന്നെ ഈ ഇടത്ത് കാലിന് കണ്ടൂർ 70 കിലോമീറ്റർ, നാട്ടിൽ കിലോമീറ്റർ ആണല്ലോ, 70 കിലോമീറ്റർ സ്പീഡിൽ വന്ന ബൈക്ക് എന്നെ ഇടിച്ചു. ഈ കാലിൽ മറിഞ്ഞ് തെറിച്ച് വീണു. 2 കാലും പ്രസവമായി. കൈ ഒടിഞ്ഞു പോയി. അതിരൂക്ഷമായ പ്രസവം. കാറെ എടുത്തുകൊണ്ട് പോയവര് പറഞ്ഞു, എന്നെ ഇടിച്ച പയ്യൻ തെറിച്ച അവന് ചെറിയ പരിക്കുണ്ടായി. എന്നെ കാറെ കൊണ്ടുപോയവർ പറഞ്ഞു, ജോയിച്ചാൻ്റെ അവിടുത്തെ അമ്മാമ്മയെ ഒന്ന് വിളിച്ചാൽ കൊള്ളാം, ജോയിച്ചാൻ മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞു. ഞാനങ്ങനെ വളരെ 2 കാലും, എനിക്കങ്ങനെ കാര്യമായിട്ട് രോഗമൊന്നും ഇവർ ദൈവം തന്നില്ല. പക്ഷെ 2 കാലും, 2 കൈ, ഇടത്ത് കൈ മാത്രമേ ഉള്ളൂ സ്വാതന്ത്ര്യം. വളരെ രൂക്ഷം പ്രയാസമായി. ബിഷപ്പുമാരൊക്കെ എന്നെ മെത്രാപ്പോലത്തെ എന്നെ വീട്ടിൽ വന്ന ആൾ തിരുവോസത്തിന് വേണ്ടി എൻ്റെ വീട്ടിൽ വന്നാൽ കണ്ടത്. ജോയി പുല്ലാട് ഞാനാ ഇത് ഇടിച്ചത്. ആദ്യമൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു മാർത്തോമാ സഭയിൽ ഒരു പയ്യനാണ്, അവനാ സുബോധം കൊണ്ടേ ഇങ്ങനെ ഇടിക്കത്തില്ല. കയറി വരുമ്പോൾ ഇടിച്ച് വളരെ പ്രയാസമുണ്ടായി. ഒരിക്കലും 2 കാല് കുത്തി നടക്കുമെന്ന് ധരിച്ചില്ല. കൈ ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ച ദിവസം രാവിലെ 8:30 മണിക്ക് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ഡോക്ടർ വന്ന് പറഞ്ഞു, ജോയിച്ചാ ഇന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട ദൈവം പറഞ്ഞു. ഷെറി ഡോക്ടറോട്, മെഡിക്കൽ തിരുവല്ല സായിപ്പിൻ്റെ ഹോസ്പിറ്റലിൽ. ഞാൻ പറഞ്ഞു ദൈവം പറഞ്ഞാൽ ചെയ്യേണ്ടതാണ്. പക്ഷേ 2 കാലിലും വലിയ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് ഫോട്ടോ എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് അത് ആദ്യം ഭയങ്കരമായ അനുഭവം തോന്നും. ഞാൻ വളരെ പ്രയാസമായി. പോലീസ് കേസുണ്ട്. ഞാൻ കൊടുത്തതല്ല, പോലീസ് ഹോസ്പിറ്റലിൽ നിന്നുള്ള കേസാണ്. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ പള്ളിയിലെ അച്ഛൻ വന്നു. എന്നെ ചോദിച്ചായിരുന്നാ വിളിക്കുന്ന അച്ഛന്മാരെ, സാധാരണ അച്ഛന്മാരൊക്കെ പ്രായം കുറഞ്ഞത്. എന്നോട് ചോദിച്ചാൽ എൻ്റെ പള്ളിയിലെ മെമ്പർ അച്ഛനെ ഇടിച്ചതിൽ എനിക്ക് പ്രയാസമുണ്ട്, സോറി അച്ഛാ. ഞാൻ പറഞ്ഞൊന്നുമല്ല. ആ പയ്യനൊക്കെ എൻ്റെ വീട്ടിൽ വന്നു. എനിക്കിങ്ങനെ പ്രതികാരമൊന്നുമില്ല.
ഞാൻ അവനോട് പറഞ്ഞു, നീ ഇനിയും ലഹരിയൊന്നും അടിക്കരുത്, ദൈവമുള്ള പയ്യനാണ്, ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു. ആ വികാരി അച്ഛൻ എന്നെ കൊച്ചമ്മയും കൂടി ഞങ്ങളുടെ വീട്ടിൽ വന്ന കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാലുകുത്തി നടക്കാനൊക്കെ പ്രയാസമുണ്ടെന്ന് അച്ഛൻ്റെ കാറിൽ അച്ഛനും കൊച്ചമ്മയും കൂടി കയറ്റിക്കൊണ്ട് അച്ഛൻ്റെ പള്ളിയിൽ എന്നെ കൺവെൻഷൻ നടത്തി. ഇരുന്ന് പ്രസംഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ നിന്നാ പ്രസംഗിച്ച. അന്ന് രാത്രിയിൽ എന്നെ ഇടിച്ച പയ്യൻ ആരാതെന്ന് ഞാൻ ആ പള്ളി പറഞ്ഞില്ല, അച്ഛനും പറഞ്ഞില്ല. പക്ഷെ അവൻ അന്ന് രാത്രി കർത്താവിനായി സമർപ്പിച്ചു. വികാരി അച്ഛൻ അവനോട് പറഞ്ഞു, നീ ജോയിച്ചാലെ ഇടിച്ചത് കൊണ്ട് നീ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. ആ പറഞ്ഞ അച്ഛൻ ആരാന്നറിയാമോ? ഹൂസ്റ്റൺ ട്രിനിറ്റി പിള്ളയുടെ വികാരി അച്ഛനാ പറഞ്ഞത്. അച്ഛനാണ് എന്നെ കൊണ്ടുപോയത്. അച്ഛനെ ഏത് പള്ളിയാന്ന് പറയണ്ടേ? ഓ, അച്ഛനെ എന്നെ കൊണ്ടുപോയത്. ദൈവമക്കളെ, ഇങ്ങനെ നോക്കിയേ, നിങ്ങളുടെ ഇരിപ്പ് കൊണ്ടല്ലേ കൈ കാല് മൂർത്ത് അടിച്ച് നൃത്തം ചെയ്ത് പ്രസംഗിച്ചതിന് നിന്നെ തൊടുവാൻ, നിന്നെ സ്പർശിക്കാൻ, രോഗബന്ധനത്തിനുമേൽ, പൈശാചിക ബന്ധനത്തിന്മേൽ, അന്ധകാര ശക്തിയുടെ മേൽ യേശുവിന്റെ നാമം നിനക്ക് ജയം തരാൻ മതിയാവന. എല്ലാവരും നാമം കൊണ്ട് സ്തോത്രം ചെയ്യുക. ഒരു ചടങ്ങ് യോഗമല്ലല്ലോ. പള്ളിയിൽ മേൽ വ്യാപരിക്കുന്ന ഒരു ആത്മ ചൈതന്യമുണ്ടല്ലോ. നമ്മുടെ ഭവനങ്ങളുടെ മേൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരാത്മീയ വിഭവം വരാൻ ദൈവം മതിയാവനാണ്. ദൈവമകൾ എല്ലാവരും കരമടിച്ച് സ്തോത്രം ചെയ്യും. 2 കരമടിച്ച യേശുവിന്റെ നാമത്തിൽ, അത്ഭുതമായ നാമത്തിൽ, അറുക്കപ്പെട്ട നാമത്തിൽ, മേലായ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. ഞാനാണ് ചലിച്ചേ പ്രസംഗിക്കുള്ളൂ. വളരെ പക്ഷെ ഞാൻ പ്രാരംഭ ദിവസമാണ് നിങ്ങളുടെ ഈ ഷെയ്പ്പായിക്കനൊക്കെ. എനിക്ക് അമേരിക്കയിൽ നിന്ന് ഊസെന്നോ ട്രിനിറ്റിയിൽ നിന്നോ ഒരു പ്രത്യേകതയൊന്നുമില്ല. എല്ലാവരോടും സ്നേഹവും ബഹുമാനവും ഉണ്ട്. അവിടെ ദൈവമക്കളെ ഞാൻ പ്രാർത്ഥിച്ച ഭവനം. ഈയോ ആർക്കുകൊണ്ട് പ്രാർത്ഥിച്ചെന്നാ? കയ്യത്തിന് പോണേ, കയ്യറ്റടെ ഇങ്ങോട്ട് നോക്കണ്ട. അവിടെ നല്ല അലക്ഷ്യമായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞു കളി. ജിജോ ജയിക്കപ്പെട്ടിരുന്ന പള്ളിയിൽ ഒറ്റ പള്ളി ഞാൻ പണം മേടിച്ചിട്ടില്ല കേരളത്തിൽ. ചുമ്മാങ്ങ പ്രസംഗിക്കാൻ പോകുകയല്ല, കഷ്ടപ്പെട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് നിലവിളിച്ച പ്രസംഗിക്കുന്ന. എന്താ ഈ ആനന്ദനെ മോനെ മോനെ എന്ന് വിളിക്കുന്നറിയാമോ? അവന്റെ ചേട്ടൻ ഡോക്ടർ ടോം മാരാമണ്ട് പള്ളിയുടെ യൂത്തിന്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ നടത്തിയ കൺവെൻഷൻ യോഗത്തിൽ മദ്യപാനികൾ ചെറുപ്പക്കാർ വന്നപ്പോൾ അവരോട് യേശുവിനെ കുറിച്ച് പറയാനിടയായി. മോൻ ഓർമ്മയുണ്ടോ? അതിൽ പല ചെറുപ്പക്കാർ കർത്താവിനെ, അതിലാണ് ജോളി മാരാമണ്ണ കർത്താവിനെ അറിഞ്ഞത്. അവിടെ നിന്ന് രാത്രി പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഉണ്ടോ? സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ഭവനത്തെ ദൈവം കൈവിടുകയില്ല. എല്ലാവരും ചേർന്ന് കൈകളെടുത്തൊരു തന്നെ പാട്ട് പാടി. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സരി, കണ്ണുനീർ തൂകുമ്പോൾ കൈയടികൾ, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും, ഓരോ നാളും എന്നെ ഭാരം ചുമക്കും, ഓരോ നാളും എന്നെ ഭാരം ചുമക്കും, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും, എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. നിങ്ങൾ ഇന്ന് രാത്രി യോഗത്തിന് പോയി വന്നവര് മറ്റുള്ളവരോട് പറഞ്ഞാൽ നമ്മുടെ കൺവെൻഷൻ യോഗത്തെ വരണം. കാർ ഓടിക്കാൻ വയ്യാത്തവരെ നിങ്ങൾ കാറെ പോയി കൊണ്ടുവരണം, കൂട്ടം കൊണ്ടുവരണം. ഞാനൊരു പള്ളിയിൽ മീറ്റിംഗ് നടത്തിയപ്പോൾ യുവജനങ്ങളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ കർത്താവിനെ സമർപ്പിക്കണം. താല്പര്യം ചിലപ്പോൾ കാണിച്ചില്ല. ഞാനിങ്ങനെ അന്നെനിക്ക് ഭയങ്കര ആരോഗ്യമുള്ള സമയമൊക്കെയാണ്. ഞാനിങ്ങനെ പിള്ളേരോട് ഭയങ്കര സ്നേഹമാണ്. ഒരു മോനെ ഞാൻ നിർബന്ധിച്ചായി എഴുന്നേൽപ്പിച്ചു. അവൻ കർത്താവിനെ സമർപ്പിച്ചു. അവനെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വെളിപ്പാട് വരെ ഇപ്പോൾ ബൈബിളിലെ വാക്യം, ആയിരക്കണക്കിന് വാക്യങ്ങൾ കാണാതെ പറയും ആ പയ്യൻ. അമേരിക്കയിൽ അവൻ പ്രസംഗിക്കാൻ വന്നാൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് വരും. ആരുടെയും കാശ് മേടിക്കത്തില്ല. ഞാനന്നേ മേടിക്ക് പോക്കുള്ളൂ. കാരണം ഞാൻ പ്ലെയിനിലല്ലേ വന്ന. അവന് ബിസിനസ്സാണ്. അവൻ്റെ പള്ളിയിലെ അച്ഛനാണ് ജിജോ ജയിക്കപ്പച്ചൻ. കോടിക്കണക്കിന് പണം
ദൈവവേലയ്ക്കായി അവൻ കൊടുക്കും. 500 സഹീയം പള്ളിയിലെ മെമ്പറായ സാജു ഐഡോർ. നിങ്ങൾ മറ്റുള്ളവരെ വിളിച്ചുകൊണ്ട് വരണം. കൺവെൻഷൻ യോഗത്തിന് നിങ്ങളുടെ പിള്ളേർക്ക് കൊണ്ടുവരണം. മക്കളോടൊക്കെ പറഞ്ഞു ഉത്സാഹത്തോടെ. ഞാൻ മുൻപോട്ട് 2 കാര്യം പറഞ്ഞു. ഭക്തി മുറുകെ പിടിച്ച അയ്യൂബ് പ്രത്യേകത, ദോഷം വിട്ടകന്നു നിഷ്കളങ്കമായി. 2, അവൻ പ്രാർത്ഥിച്ചു. ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? മറ്റുള്ളവർക്ക് വേണ്ടി. എന്തോ ഉണ്ടായത്? ആ വാക്യങ്ങൾ വായിച്ചേ. സ്ഥിതിക്ക് ഭേദം വരുത്തി. നിങ്ങൾ അമേരിക്ക രാജ്യത്തിന് വേണ്ടി, 50 സ്റ്റേറ്റിന് വേണ്ടി, ഈ സ്റ്റേറ്റിന് വേണ്ടി, പ്രത്യേകിച്ച് ഹൂസ്റ്റൺ പോലുള്ള വലിയ പട്ടണത്തെ ഓർത്ത്, മാർത്തോമാ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ തിരുമേനിമാർ, അച്ഛന്മാർ, സുവിശേഷ ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. വരണ്ട് അശുദ്ധി പെരുകിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവതലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇയ്യോബ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന് സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി. ഞാൻ സമയമുണ്ടെങ്കിൽ എപ്പോഴേ സാക്ഷി ഒരു വാക്ക് പറയും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചാൽ കുടുംബ പ്രാർത്ഥന മുടക്കാൻ ദാവീദ് പറഞ്ഞു, യഹോവ എൻ്റെ പ്രാർത്ഥനയെ യാതൊരു ഞാൻ കേട്ടു. ദൈവം കേട്ടു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. എന്തൊരു ധൈര്യമാണ്! പ്രാർത്ഥനയെ കുറിച്ച് അനേകം മണിക്കൂറുകൾ ധ്യാനിക്കേണ്ടിയാണ്, ഞാൻ വിവരിക്കുന്നില്ല. പ്രാർത്ഥിച്ച ദൈവത്തെ മുറുകെ പിടിച്ചതായ ഇയ്യോബിന് 2 അനുഭവം ഉണ്ടായി. അത് വായിച്ചു നിർത്താം. എല്ലാവരും ബൈബിൾ തുറന്നു നോക്കിയ കോയറുകാരെന്ന് വായിച്ചവരാണ്. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 9-ാമത്തെ വാക്യം. യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. മതി. 103-ാം സങ്കീർത്തനം വായിച്ചാണ് ഞാൻ ഈ പ്രസംഗം ഇങ്ങനെ പ്ലാൻ ചെയ്തത്. ദൈവം ആദരിച്ചെന്ന് അവകിലേക്ക് നോക്കിയവർ അവിടെ മുഖം ലജ്ജിച്ചു പോയില്ല. ദൈവം ആദരിച്ചു. കഴിഞ്ഞ കാല മേഖലയിൽ നിങ്ങളുടെ ജീവിതത്തെ ആദരിച്ച വഴികൾ വലുതാണ്. അമേരിക്കയിലെ ആദ്യത്തെ പള്ളിയാണ് അച്ഛൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സ്വന്തമായ പള്ളി കിട്ടിയ ഇതാണ്. ഇപ്പൊ അമേരിക്കയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയുള്ളത്. 2500-ഓളം സീറ്റുള്ള പള്ളി. അത്ര അംഗങ്ങളില്ല, 400 അതിനുള്ള മെമ്പേഴ്സ് നമുക്കില്ല. ഏത് സ്ഥലത്താ? അല്ലാണ്ട് ജോർജിയ സ്റ്റേറ്റിൽ. ഞാനവിടെ ചില ദിവസത്തിന് മുമ്പേ കൺവെൻഷൻ പ്രസംഗിച്ചു. ജെ.കെ. തോമസ് അച്ഛൻ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. നമുക്കൊന്നുമില്ലായ്മയിലാണ് ദൈവം ഉയർത്തിയത്. നമ്മളെ ദൈവം ആദരിച്ചു. ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ, അല്ലേ? സ്തോത്രം. ചിലരുടെ ഇരിപ്പ് നോക്കിയിട്ട് ഊട്ടി പഠിച്ച ലക്ഷണമാണ്. അയ്യോ, ഒന്നുമില്ല. ദൈവം നമ്മളെ നടത്തി. ദൈവം നടത്തിയെന്ന്. പ്രൈസ് ദി ലോർഡ്. നല്ല വീടും ചുറ്റുപാട്, ഭൂമിയിൽ ഇതുപോലെ നല്ലൊരു രാജ്യം, ഇതുപോലെ റോഡ് വികസനം, കണ്ടാൽ കൊതി തീരാത്ത റോഡ്. സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അവിടെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ദൈവമക്കളെ, പിന്നെ എല്ലായിടത്തും ദൈവത്തെ മറക്കുന്നൊരു അനുഭവമുണ്ട്. മറക്കാതിരിക്കട്ടെ. നമ്മളെ ദൈവം ഒന്ന് പുറമോട്ട് നോക്കിയ ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ എൻ്റെ പണ്ടത്തെ നാടുകളെ ഞാൻ ഓർക്കുന്നു. ഞാൻ ബോംബെ മേഖല സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു മാന്യനായ അങ്കിള് പറഞ്ഞു, ജോയ് പുല്ലാടെ എൻ്റെ ഭാര്യ ഇപ്പം 2 ഫാക്ടറി പുള്ളിക്കൊണ്ട് വലിയ സെറ്റപ്പാണ്, വലിയ ക്യാഷുള്ളതാണ്. ഞാൻ പറഞ്ഞ എൻ്റെ ഭാര്യയുടെ പേരങ്ങ് മാറ്റി. പരിഷ്കാരം ഉയർന്നു, സംസ്കാരത്തിൽ വളർന്നു, പണത്തിൻ്റെ കൊഴുപ്പിലായപ്പോൾ പല പേരങ്ങ് മറന്നു. ഇഷ്ടപ്പെട്ടില്ല. പണ്ട് പേര് രാജമ്മ, ഇപ്പം പേര് രാജി. ഓ, സ്റ്റൈലങ്ങ് മാറ്റി. ശൈലി ഇങ്ങോട്ട് നോക്ക. ദൈവമക്കളെ, വിശ്വാസികളെ, നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം, മക്കളെ, മമ്മി പണ്ട് ഇവിടെ വന്നപ്പോൾ ഞാനൊരു വീട്ടിൽ താമസ വീട്ടിലെ അച്ഛനും അമ്മമ്മയും പറഞ്ഞു, എന്നെക്കാളൊക്കെ ഒത്തിരി പ്രായമുണ്ട്, 52 വർഷമായി അമേരിക്ക. അങ്ങനെ പറഞ്ഞു, അമ്മ പറഞ്ഞു, എനിക്ക് $2 ശമ്പളം കിട്ടിയത്. ന്യൂയോർക്കിലാണ്. അവിടുന്ന് ഇപ്പം അവിടുന്ന് മാറി വേറെ സ്റ്റേറ്റിലാണ് താമസിക്കുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞു, അത് നാട്ടിലയച്ചാൽ $5-6 ഉള്ളൂ. ഡോളർ മാറിയ കാശ് കിട്ടത്തുള്ളൂ. ഒന്നുമില്ലായ്മ.
നമ്മുടെ പ്രിയപ്പെട്ട വിശ്വാസികളിലെ ദൈവമക്കളെ, നിങ്ങളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ആ പഴയ പെട്ടി ഓർമ്മയുണ്ടോ? സാംസണാന്ന് തോന്നുന്നുണ്ടോ? അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നതാ. ഗണമൊക്കെ എനിക്ക് സഭാ ചരിത്രം മുഴുക്കെ അറിയാവുന്ന ആളാണ്. ദൈവമക്കളെ, വിശ്വാസികളെ, ഇയ്യോബിന്റെ മുഖത്തെ ദൈവം ആദരിച്ചു. ചോദിച്ചതിലപ്പുറമായി എന്നെ നിങ്ങളെ ദൈവം കരുതി. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ. അവന്റെ ദയ എന്നെ ഒത്തിരി അങ്കിൾമാർ ആന്റിമാർ പ്രായമോ അതിനെ അതിജീവിച്ച ഇന്ന് രാത്രി വന്നല്ലോ. എന്നെ നിങ്ങളെ ആദരിച്ചു ഉയർത്തിയ ഒരു ദൈവം ജീവിക്കുന്നു. ഒരിക്കലും ദൈവത്തെ മറന്നേക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ പിള്ളേരോടൊക്കെ പറഞ്ഞു കൊടുക്കണം, മക്കളെ, ഞങ്ങളെ ആദരിച്ചൊരു ദൈവം ജീവിക്കുന്നു. പാട്ടുകാരൻ പാടിയത് ആര് കൈയടിക്കാതെ ഒരു ചരണം പാടിക്കുക, ശബ്ദം കോയലുകാരെല്ലാം ചേർന്ന് പാടിക്കുക. ഒന്നുമില്ലായ്മയിൽ നിന്ന് നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ച പുത്രനെ നിന്മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു. അവൻ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു. ദൈവത്തെ മുറുകെ പിടിച്ച, ഭക്തി മുറുകെ പിടിച്ച, സേവനത്തിൽ നിന്നതായ, ദോഷം വിട്ടകന്ന് പ്രാർത്ഥിച്ചതായ, പ്രാർത്ഥന ജീവിതം മുറുകെ പിടിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഇയ്യോബിന്റെ മുഖത്തെ ദൈവം ആദരിച്ചു. ഇന്ന് രാത്രി ബുദ്ധിമുട്ടി നിങ്ങൾ വന്നല്ലോ, ഇതിന് പ്രതിഫലം തരാൻ ദൈവം മതിയാൻ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഏറ്റവും അവസാനം ഒരു വാക്കൂടെ ബാക്കിയൊക്കെ നാളെ നമുക്ക് പഠിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 12-ാമത്തെ വാക്യം കൂടെ വായിച്ചു നിർത്താം. അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് 14,000 ഒട്ടകവും 1,000 കാളയും 1,000 പെൺകഴുതയും ഉണ്ടായി. ഇവിടെ ഒരു ഡോഗുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് ഡോഗ്, നാട്ടിൽ പട്ടി എന്ന് പറയും. ഇപ്പം അങ്ങനെ പട്ടി എന്ന ഡോഗൊന്നും പറയാൻ ഒക്കത്തില്ലോ. ബ്രൂസ്, ലിങ്കൻ, ജോഷ്. ഓ, ഇവിടെ പറയും ഇങ്ങനെ നോ ഡോഗൊന്നും പറയരുത്, വേണ്ട. ബാക്കി ഇപ്പൊ കിടക്കുന്നില്ല. അതുകൊണ്ട് എന്തെല്ലാം സ്വത്തുക്കൾ. ഒരു കുതിരയുണ്ട് എന്നൊരു പൗറ. എന്താ എത്ര മൃഗസമ്പത്തുള്ളവനായിരുന്നു. ഞാൻ സമയം ലാഭിക്കാൻ അങ്ങ് നിർത്തുക. ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ച മാത്രമല്ല, ഇങ്ങോട്ട് നോക്കുക, അവന്റെ മുൻകാലത്തെക്കാൾ പിൻകാലത്തെ ദൈവം അധികമായി അനുഗ്രഹിച്ചു. 2025 ഇടവക കൺവെൻഷന്റെ പ്രാരംഭ രാത്രി വന്ന ദൈവമകളെ, വന്നതിനേക്കാൾ നിന്നെ മടക്കി അയക്കുന്ന ഇരട്ടി അനുഗ്രഹമായി സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നിന്റെ വേദന മാറുവാൻ, നിന്റെ ഭാരം മാറുവാൻ, നിന്റെ ക്ലേശം മാറുവാൻ, രോഗം എന്നതിനെ ജയം തരാൻ ദൈവം മതിയാവനാണ്. ട്രിനിറ്റി പള്ളിയിലെ 400 ഫാമിലിയെ ദൈവം ഇരട്ടിയായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഒരു വ്യവസ്ഥയാണ് ദൈവത്തെ മുറുകെ പിടിക്കുക. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ക്രമീകരിച്ചതായ കൺവെൻഷന്റെ പ്രാരംഭ രാത്രി മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച കൊയറങ്ങൾ കൂടി വന്ന മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ദൈവത്തെ മുറുകെ പിടിക്കുക. ആരാധനയും വിശ്വാസവും പ്രാർത്ഥനയും മുറുകെ പിടിച്ച ഇയ്യോബിന്റെ മുഖത്തെ ദൈവം ആദരിച്ചു. ദോഷം വിട്ട് അവൻ അകന്നു. നിങ്ങളുടെ വീട്ടിൽ മദ്യം കേട്ടരുത്, കുടിക്കരുത്, കുടിക്കുന്നതിന് കൂട്ടു നിൽക്കരുത്, കുടിപ്പിക്കരുത്. മദ്യപാന് ദൈവരാജ്യം ലഭിക്കരുന്ന വചനമുണ്ട്. മദ്യപാനം മാത്രമല്ല, ജഡത്തിന്റെ വഴികൾ വലുതുണ്ട്. എന്റെ കർത്താവേ, ഇയ്യോബിനെ പോലെ ദോഷം വിട്ടകലുവാൻ ഈ മതവാട മുന്നിൽ ഞാനും എന്നെ തന്നെ സമർപ്പിക്കുവാൻ, വിശുദ്ധിയോട് ജീവിക്കാൻ, നിഷ്കളങ്കമായി ജീവിക്കുവാൻ, നമ്മുടെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ പണമിടപാട്
ഞങ്ങളുടെ രഹസ്യ ജീവിതം, ഞങ്ങളുടെ കുടുംബ ജീവിതം, ഞങ്ങളുടെ ഓഫീസിലെ ജീവിതം, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അറിയുന്നൊരു ദൈവം ഉണ്ടാകെ ദൈവത്തെ മുറുകെ പിടിക്കുക, ദോഷം വിട്ട് അകലുക, പാപ വഴികളോട് എൻ്റെ വാക്കുകൾ, എൻ്റെ നടപ്പ്, എൻ്റെ ജീവിത രീതി മാതൃകയോട് ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥന. ഞാൻ ഒരു വാക്ക് ചോദിക്കട്ടെ. കർത്താവേ, ദൈവത്തെ ഒരു പടിയൂടെ മുറുകെ പിടിക്കുവാൻ എന്നെ സമർപ്പിക്കുക. ആഗ്രഹിക്കുന്ന കരമുയർത്തിക്കേ. ദൈവത്തിനായി ദൈവകരങ്ങൾ ആരും കണ്ടു നോക്കരുത്. നിന്റെ ജീവിതത്തോട് ദൈവം തട്ടി ഉണർത്തുമ്പോൾ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ നിന്റെ ജീവിതം ഏൽപ്പിക്കുക. കൈകൾ താത്തിട. ദൈവം ഈ വചനങ്ങളെ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.